പേട്രിയോട്ട്. ഇപ്പൊ എവിടെയും ചർച്ച പേട്രിയോട്ടും മോഹൻലാൽ സംവിധായകൻ എന്നതിനെ പറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന്റെ കഥാപാത്രത്തോട് ഇങ്ങനത്തെ ഒരു അനീതി കാണിക്കേണ്ട ഒരാവശ്യവും ആ സിനിമയിൽ ഇല്ല. ലാലേട്ടനെ പോലെയുള്ള ഒരാളെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം ആ സിനിമയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭം തന്നെയാണ്. ഒരു നിർമ്മാതാവ് അദ്ദേഹത്തെ ചൂസ് ചെയ്യുമ്പോൾ അത് തന്നെയാണ്. സംവിധായകനെ നിങ്ങൾ വരെ ഞെട്ടിയെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ആ കഥാപാത്രത്തെ ഒരിക്കലും എടുക്കില്ല. നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടും മമ്മൂക്ക എന്ന് പറയുന്ന ഈ ലാലേട്ടന്റെ ഇച്ചാക്ക ഉള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ സിനിമയെ ഓക്കെ പറഞ്ഞത്. എന്നിട്ടും നിങ്ങളുടേതായ രീതിയിൽ ഒരു നീതി അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ലാലേട്ടനെ വിടൂ, അദ്ദേഹത്തിന് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, അതൊന്നും ബോധർ ചെയ്യുന്ന ആളുമല്ല. പക്ഷെ നിങ്ങൾ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തോട് ഒരു അനീതി തന്നെയാണ് കാണിച്ചത്. കാരണം ഇതിനകത്ത് ലാലേട്ടന്റെ കഥാപാത്രം ഇപ്പൊ പറയണ്ടെന്ന് വെച്ചാൽ ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞാണ് എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടതാണ്. ഒരു ഫാൻ ബോയ് എന്ന് വെച്ചാൽ ലാലേട്ടൻ കഥാപാത്രത്തോട് അനീതി സംവിധാനം കാണിച്ചിട്ടുണ്ട്. അതിപ്പം പറയാൻ പറ്റില്ല, കാരണം ഒരു സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ അത് നോക്കണം. അപ്പൊ ഇപ്പം നാട്ടിൽ മൊത്തം പാട്ടായ സ്ഥിതിക്ക് ഇപ്പം പറയുന്നതാണ് ലാലേട്ടൻ കഥാപാത്രത്തെ കൊന്നുകളഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഒരു റിയലായിട്ട് നടക്കുന്ന സംഭവമാണ്. അപ്പൊ ആ കഥാപാത്രത്തെ കൊന്നുകളയണം, ഓക്കെ, അങ്ങനെയാണല്ലോ ഓക്കെ. ഇതല്ല, നിങ്ങൾ മറ്റുള്ള താരങ്ങൾക്ക് വേണ്ടി അവരുടെ കഥാപാത്രത്തിന്റെ മേളിൽ ഇദ്ദേഹത്തിന് ഒരു 5 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം നിരഞ്ജനെ അറിയാം, ലാസ്റ്റ് സ്വന്തം സിനിമയാക്കി കൊണ്ടുപോയ ആളാണ്. അതുപോലെ ജയിലർ 5 മിനിറ്റേ ഉള്ളതിലും അദ്ദേഹത്തിന്റെ കൂടെ സിനിമയായി. അങ്ങനെ ആക്കി എടുക്കുന്ന ഒരു താരത്തിന് ഒരു 5-10 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താവുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ അദ്ദേഹത്തിന് കാലില്ലാണ്ടാക്കി കളഞ്ഞു. എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, കാലില്ല, ഇപ്പോട്ട് ഇദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ വലിയ സംഭവമാണ്, സ്ഫോടനമാണ്, വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുകയും ചെയ്തിട്ട് സ്ക്രീനിൽ കാണിക്കുമ്പോൾ എലിക്കുഞ്ഞിന്റെ അവസ്ഥയും നടക്കാൻ പറ്റാത്ത പോലെയും അയ്യോഭാവമായിട്ട് നിങ്ങൾ കാണിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവും. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ നോട്ടത്തിലും ചിരിയിലും ഒക്കെ അദ്ദേഹം മാസ് കൊണ്ടുവന്നുള്ളത് അദ്ദേഹത്തിന്റെ കഴിവാണ്. എന്നിട്ട് അവസാനം വഴിയെ പോയ പിള്ളേരെ കൊണ്ട് നിങ്ങൾ കുത്തി കൊല്ലിക്കുകയും ചെയ്തു. അത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ആ കഥാപാത്രത്തെ കൊന്നുകളയേണ്ട ഒരാവശ്യവും അവിടെ ഉണ്ടായിട്ടില്ല. ഇത് ഒരു മരിച്ചേ അടങ്ങും, എന്നാലേ കഥ മുന്നോട്ട് പോകുമെങ്കിൽ ഓക്കെ. ഇതല്ല, ഇത് റിയൽ ആയിട്ടുള്ള ഒരു കഥയും കൂടെ അല്ല. അപ്പൊ നിങ്ങൾ എന്തിനാണ് ചെയ്തത്? നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണ്, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ സിനിമ വലിയ വിജയമാവേണ്ട സിനിമ ഈ രീതിയിൽ ബുക്കിങ്ങും എല്ലാം ഇങ്ങനെ ആയതും ഈ പടം ഒരു ഫ്ലോപ്പ് ആവാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നതുകൊണ്ടാണ്. നയൻതാരയുടെ കഥാപാത്രം ഫഹദ് ഫാസിൽ എന്ന് പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്. നമ്മുടെ ഇവിടുത്തെ ഇപ്പം സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാറിനേക്കാളും ഫാൻസ് ഉള്ള ആളാണ്. അദ്ദേഹത്തെയൊക്കെ കൊണ്ടുവന്ന് അലറിപ്പിച്ചു എന്നുള്ള ഈ 4-5 പേരെ കിട്ടിയിട്ട് നിങ്ങൾ ഒരു നല്ല സിനിമ എടുക്കുക, അത് ഭയങ്കര മോശമായി പോയി. വലിയ മാസ് പടം എടുക്കണം.